നമസ്കാരം, ഞാൻ സാബു ജോസഫ്. സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമുക്കറിയാവുന്ന പോലെ ആരോഗ്യരംഗം വളരെ പ്രശ്നങ്ങളാണ്. ഓരോ വ്യക്തികൾക്കും ഒരുപാട് തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തരത്തിലുള്ള കുഴഞ്ഞു വീണ് മരണങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. നമ്മൾ പ്രായമായി വരുന്തോറും നമ്മുടെ ശരീരത്തിൽ പലതരം കുറവുകൾ സംഭവിക്കുന്നുണ്ട്. വേണ്ടത്ര പോഷകങ്ങൾ നമുക്ക് ലഭിക്കുന്നില്ല. ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ നാനാവിധത്തിൽ ദിവസവും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ് ആരോഗ്യ രംഗത്ത്. അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം? കാരണം നമ്മൾ ഒരു അസുഖം വന്നിട്ട് അതിനെ ചികിത്സ എടുക്കുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതാണല്ലോ. നമ്മുടെ ആരോഗ്യം പെർഫെക്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗവും നമ്മെ ബാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്. അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ മരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, ഹോസ്പിറ്റലുകളുണ്ടല്ലോ, ഇത്തരത്തിലാണ് നമ്മൾ ചിന്ത പോകുന്നത്. പക്ഷേ നമ്മൾ ആരോഗ്യം നശിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അത് പ്രയാസകരമാണ്. അതിനേക്കാൾ വളരെ എളുപ്പം നമ്മൾ ആരോഗ്യകരമായിരിക്കുക എന്നുള്ളതാണ്. ആരോഗ്യകരമായിരുന്നാൽ നമുക്ക് ആരോഗ്യകരമായുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവും. ആരോഗ്യമുള്ള മനസ്സുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു ശരീരവും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ് യോഗ ചെയ്യാന്നുള്ളത്. യോഗ വളരെ എളുപ്പമാണ്. യോഗയ്ക്കുള്ള പ്രത്യേകതകൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കാം. അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. യോഗ നമുക്ക് ഏത് പ്രായമുള്ള ആൾക്കും ചെയ്യാവുന്ന ഒന്നത്. കാരണം നമുക്ക് പ്രായഭേദമന്യേ 12 വയസ്സിന് ശേഷമുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് യോഗ ആരംഭിക്കാം. അത് 90 വയസ്സുള്ള ആളാവട്ടെ, 100 വയസ്സുള്ള ആളാവട്ടെ, ആ പ്രായത്തിൽ നമുക്ക് യോഗ പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് യോഗയുടെ പ്രത്യേകത. മറ്റൊരു കായിക അഭ്യാസങ്ങൾക്കും അത്രയും എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ വലിയ പ്രായമുള്ള 80 വയസ്സുള്ള ആൾക്ക് പോയി ചെയ്യാൻ പറ്റുമോ? ജിമ്മിൽ പോയി 80 വയസ്സുകാരനൊന്നും തുടങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ യോഗ 80 വയസ്സുള്ള ആൾക്കും 90 വയസ്സുള്ള ആൾക്കും ഏത് പ്രായത്തിലും നമുക്ക് പഠിച്ചു തുടങ്ങാം. ശരീരം അതിന് പ്രാപ്തമായ രീതിയിൽ നമുക്ക് വഴങ്ങിത്തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഏറ്റവും ഈസി ആയിട്ട് ഓരോ വ്യക്തികൾക്കും അവരുടെ ശാരീരിക ഘടനയും ശാരീരിക ആവശ്യകതയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യോഗ പഠിപ്പിക്കുന്നുണ്ട്. അതും വീട്ടിലിരുന്നുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് നമുക്കുള്ളത്. അതായത് ഓൺലൈനായിട്ടാണ്, സൂം ആപ്പിലാണ് നമ്മൾ യോഗ പഠിപ്പിക്കുന്നത്. നമ്മൾ നിരവധി ബാച്ചുകൾ ദിവസവും പുതിയ ബാച്ചുകൾ ജോയിൻ ചെയ്ത് പുതിയ ക്ലാസ്സുകൾ എന്നും എല്ലാ ദിവസവും ഇങ്ങനെ പുതിയ ബാച്ചുകളും ക്ലാസ്സുകളും ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കും അതിൻ്റെ ഒരു എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നെനിക്കും തോന്നുന്നുണ്ട്. നമുക്ക് മൊബൈലിൽ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് ലൈവ് ക്ലാസ്സുകൾ കണ്ടുകൊണ്ട് വളരെ എളുപ്പമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ലൈവ് ക്ലാസ്സിൽ നിങ്ങളോടൊപ്പം ഞാനും ഇരുന്ന് യോഗ ചെയ്യുകയാണ്. അങ്ങനെ യോഗ പഠിക്കുമ്പോൾ നിങ്ങൾ പരിശീലിച്ച് പഠിക്കുന്നത് വരെ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് 2 മാസത്തെ കോഴ്സാണ് നമുക്കുള്ളത്. 2 മാസത്തെ ക്ലാസ് ആണെങ്കിലും അത് 2 മാസം കൊണ്ട് പഠിക്കാത്ത വ്യക്തിയാണെങ്കിൽ 2 മാസത്തിൽ കൂടുതൽ എടുത്താൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പോകുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ പഠിച്ച് പരിശീലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശലക്ഷ്യം. അതിലൂടെ ആരോഗ്യം തിരിച്ചു പിടിക്കുക, ആന്തരിക അവയവങ്ങൾ ശക്തി പ്രാപിക്കും, നാഡീഞരമ്പുകൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും, ബ്രെയിനിന് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. നമുക്ക് ഉറക്കക്കുറവുള്ള വ്യക്തിക്ക് നന്നായിട്ട് ഉറക്കം കിട്ടും, കുടവയറുള്ള വ്യക്തിക്ക് വയറ് കുറയും, പൊണ്ണത്തടി കുറയും, ശരീരം വല്ലാതെ മെലിഞ്ഞു പോകും എന്നുള്ള ധാരണ ചില ആളുകൾക്കുണ്ട്. യോഗ ചെയ്തു കഴിഞ്ഞാൽ വല്ലാതെ മെലിഞ്ഞു പോകും എന്നുള്ളത് അത് വെറും തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഫാറ്റ്, കൊഴുപ്പൊക്കെ ബേൺ ചെയ്ത് പോകുമെന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും നമ്മുടെ ശരീരത്തെ ഷേപ്പ് വളരെ ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇത്തരം ഗുണങ്ങൾ, ആന്തരികമായിട്ടുള്ള ഓരോ അവയവങ്ങളെ ശക്തിപ്പെടുത്തുകയും നമുക്ക് നിലവിലുള്ള നടുവേദന അതുപോലുള്ള മറ്റൊരുപാട് രോഗങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഉറക്കക്കുറവ്, ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ ഉള്ളവർക്ക് അതെല്ലാം ഫ്രീ ആയി ശരീരം വളരെ സ്വസ്ഥവും ശാന്തവും സമാധാനപരവുമായിട്ടുള്ള രീതിയിലേക്ക് വരികയും നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ശരീരം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും വളരെ ഭാരമില്ലാത്ത അവസ്ഥ, വളരെ സുഖകരമായ അവസ്ഥ,
അത്തരത്തിലുള്ള ഒരു മാനസികവും ശാരീരികമായിട്ടുള്ള സ്വസ്ഥതയും സുഖവും ശാന്തിയും ഒക്കെ നമുക്ക് യോഗയിലൂടെ പ്രദാനം ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യോഗ ഒരിക്കലും നമുക്ക് കാലാകാലം മാറ്റം വരുത്തുന്നില്ല, എന്നും ഒരേപോലെ നിലനിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഒരുപാട് വിദേശീയരൊക്കെ ഇതിന് വളരെ അഡിക്റ്റായ രീതിയിൽ യോഗയിൽ നിലനിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് യോഗ ചെയ്യാത്തവർ വളരെ കുറവാണ്. രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹമൊക്കെ സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നയാളാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയേറെ ആളുകൾ ഇന്ന് യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും യോഗ പഠിക്കാനും പരിശീലിക്കാനും നല്ലൊരു അവസരമാണിത്. നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് എവിടെയാണെങ്കിലും, നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വീട്ടിലിരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ സാധിക്കും. വളരെ വിശദമായിട്ട് നന്നായിട്ട് ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിന് 2000 രൂപയാണ് നമ്മൾ ഫീസ് ഈടാക്കുന്നത് 2 മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട്. ഇപ്പോൾ 2 ബാച്ച് ടൈമുണ്ട്, 2 ടൈം സ്ലോട്ടുണ്ട് ഒരു ദിവസത്തിൽ. രാവിലെ 5 മണി മുതൽ 6 മണി വരെയുള്ള ഒരു സ്ലോട്ടുണ്ട്. അതുപോലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ഒരു സ്ലോട്ടും ഉണ്ട് രാവിലെ സമയത്ത്. ആഴ്ചയിൽ 2 ക്ലാസ്സാണ് നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ജോയിൻ ചെയ്തുകൊണ്ട് പഠനം ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഏതെങ്കിലും ഒരു ടൈം സ്ലോട്ട് തിരഞ്ഞെടുക്കാം. ഈവനിങ് ക്ലാസ് നിലവിലില്ല. കൂടുതൽ മെമ്പേഴ്സ് ഈവനിങ് ക്ലാസ്സിലേക്കൊക്കെ ആവശ്യപ്പെട്ട് വന്നാൽ നമ്മൾ ഈവനിങ് ക്ലാസ്സും ആരംഭിക്കുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ആർക്കെങ്കിലും അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 7018686177 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.